ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ അഭിനയമായാലും നിർമ്മാണമായാലും സംവിധാന രംഗമായാലും ശരി, വളരെ കാലമായി നിരന്തരം പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗൗതം വാസുദേവ മേനോൻ. അദ്ദേഹത്തിന് ശക്തമായൊരു തിരിച്ചുവരവിന് കളമൊരുക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 6ാമത്തെ സിനിമ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെറ്റ്സ് അത് സംവിധാനം ചെയ്യുന്നത് ഗൗതം വാസുദേവ മേനോനാണ്. ഗൗതം വാസുദേവ മേനോൻ ആദ്യമായാണ് മലയാളത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ടൈറ്റിൽ കഥാപാത്രമായ ഡൊമിനിക്കായി മമ്മൂട്ടിയും ഭാര്യ സാറ ഡൊമിനിക്കായി ലെനയും അഭിനയിക്കുന്നു. ഡൊമിനിക്കിന്റെ സഹായി വിക്കി ആയി ഗോകുൽ സുരേഷാണ് അഭിനയിക്കുന്നത്. സുസ്മിത ഭട്ട്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, വിനീത്, സിദ്ദീഖ്, വിജയ് ബാബു, ഷൈം ടോം ചാക്കോ, വഫ ഖദീജ, വിജയ് വെങ്കടേഷ്, ഹർഷിത പിഷാരടി എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളും ഈ സിനിമയിലുണ്ട്. ചിത്രത്തിന്റെ സംവിധായകനായ ഗൗതം വാസുദേവ മേനോൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രത്തിന് കഥ എഴുതിയിരിക്കുന്നത് നീരജ് രാജനാണ്. നീരജ് രാജൻ, സൂരജ് രാജൻ, സംവിധായകനായ ഗൗതം വാസുദേവ മേനോൻ എന്നിങ്ങനെ 3 പേർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ സിനിമയുടെ വിതരണം വേഫെയർ ഫിലിംസ് ആണ്. ചിത്രത്തിന്റെ സംഗീതം ദർബുക ശിവയും DOP വിഷ്ണുദേവുമാണ്. ആന്റണിയാണ് ഈ ചിത്രം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. രാവിലെ 9:30 മണിക്കാണ് ഈ സിനിമയുടെ പ്രദർശനം കേരളത്തിൽ ആരംഭിച്ചത്. 12 മണിക്ക് ഈ സിനിമയുടെ ആദ്യ പ്രദർശനം അവസാനിക്കുമ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു കോമഡി നിറഞ്ഞ ഫൺ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ അത് തന്നെയാണ് ഡൊമിനിക്. ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടി കമ്പനി അവരുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു. മികച്ച ആദ്യ പകുതിക്ക് ശേഷം ഗംഭീരമായ 2ാം പകുതിയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് പോസ്റ്റർ സൂചിപ്പിക്കുന്നത്. വളരെ സിമ്പിൾ റിയാലിറ്റിയിൽ നിന്നെടുത്ത ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ സിനിമ. വളരെ സ്ലോയിൽ കഥ പറഞ്ഞ് സ്റ്റെപ്പ് സ്റ്റെപ്പായി പ്രേക്ഷകരെ അവസാന നിമിഷം വരെ കൊണ്ടുപോകാൻ GVMന് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖരായ വിവിധ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ, മാതൃഭൂമി, മനോരമ എന്നിങ്ങനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്തിരിക്കുന്നതെല്ലാം പോസിറ്റീവാണ്. അതേസമയം ആദ്യാവസാനം അടിച്ചു കലക്കൻ ടിസ്റ്റോട് ടിസ്റ്റും പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിൽ പോകേണ്ട കാര്യവുമില്ല. വളരെ ലളിതമായി അവതരിപ്പിക്കേണ്ട ഒരു സിമ്പിൾ സിനിമ എന്ന നിലയിൽ വലിയ ഹൈപ്പോ പ്രൊമോഷനോ കൂടാതെ ഈ തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് പൊതുവെ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെറ്റ്സ് എന്ന മമ്മൂട്ടി ചിത്രം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.